ഇതെന്നാന്ന് നോക്കിയേ, പടവലങ്ങ പോലത്തെ പാവയ്ക്ക. അതെ അതെ അതെ, പടവലങ്ങയാന്ന് തോന്നും. അതെ. ഇത് നമുക്ക് അരിഞ്ഞ് നമ്മൾ കാണിച്ചേക്കുന്നത് തന്നെയാണ്. നമുക്ക് ഉപ്പ് പുരട്ടി വെച്ചേച്ചൊന്ന് ഫ്രൈ അടിക്കാം. പച്ചപ്പാവയ്ക്ക ഫ്രൈ, പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുള്ള ഫ്രൈ ഉണ്ടാക്കാം. അപ്പൊ അതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണിച്ചതാ പാവയ്ക്കയുടെ വലിപ്പം. അതെ, സൂപ്പർ അല്ലേ? പിന്നെ അടിപൊളി. എന്തൊക്കെ കറികളാണ് നിങ്ങൾ പാവയ്ക്ക വെച്ചിട്ട് ചെയ്യാറ് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറയൂ കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്നുള്ളൂ. ഡിഫറെന്റ് പ്ലേസസിൽ ഡിഫറെന്റ് കറികളായിരിക്കും ചെയ്യുക. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം അല്ലേ? അറിയിക്കുക, അഭിപ്രായങ്ങള് കമന്റിൽ അറിയിക്കുക. നമ്മളിത് കാണിച്ച പാവയ്ക്കയില്ലേ, പാവയ്ക്ക 3ആയിട്ട് ഞാൻ കട്ട് ചെയ്ത്, നീളം കൂടുതലായതുകൊണ്ട്. എന്നിട്ട് അകത്തെ കുരു കളഞ്ഞു കൂട്ടോ. എന്നിട്ട് ഇതേ ഈ സ്ലൈസറിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കാണുന്നത് 2 പീസ് ഞാൻ സ്ലൈസ് ചെയ്തു. ഞാൻ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ഒന്ന് സ്ലൈസ് ചെയ്യണം എങ്ങനെയാണെന്നൊന്ന് എടുക്കാം നമുക്ക്. നോക്കിട്ടോ, കൈ ഇച്ചിരി നിൽക്കണ്ടേ, കണ്ടോട്ടോ. പിന്നെ ഇടകൂടിയാണ് ഇവിടെ. ഓ, വേറെ ഒന്നും കാണാനില്ല. ഇത് സ്ലൈസ് ചെയ്തിട്ടല്ലേ ചെയ്യണം. സ്ലൈസ് ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ ചോപ്പിംഗ് ബോർഡിൽ വെച്ച് കത്തിയും കൊണ്ട് അരിഞ്ഞാലും മതി. അപ്പം ഞാൻ ഇതും കൊണ്ട് അങ്ങ് ചെയ്തേ ഉള്ളൂ. ഇത് ചെയ്തിട്ട് ഉപ്പ് വരട്ടി ഒരു അരമണിക്കൂർ വെക്കണം, ഉപ്പ് അതിലേക്ക് ഇറങ്ങാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തവയിലോ ചീനിച്ചട്ടിയിലോ എന്തിലെങ്കിലും എണ്ണയൊഴിച്ച് വറുത്ത് കോരണം. അപ്പോൾ വറുത്ത് കോരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില, പച്ചമുളക് എല്ലാം ചേർക്കണം. പിന്നെ ഉള്ളി ചേർക്കണമെങ്കിൽ, സവോള ഉള്ളി ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. ഇന്ന് ഞാൻ സവോള ഉള്ളിയും തേങ്ങാക്കൊത്തൊന്നും ചേർക്കണില്ല, എളുപ്പത്തിലാണ്. പച്ചമുളകും വേപ്പിലയും മാത്രം ആട്ടോ ചേർക്കണുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കഴിയൊതൊന്ന് പിടിച്ചു സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് വരട്ടി വയ്ക്കാം. പിന്നെ നമുക്കൊരു പ്രധാന പണിയുണ്ടെന്നാ. അപ്പോൾ ഇപ്പോൾ രാവിലെ പൂത്തോട്ട അവിടെ പോയി വെച്ച് കരിമീൻ മേടിച്ചുകൊണ്ട് വന്നു. ഫ്രഷ് കരിമീൻ വെട്ടിയാണ് കൊണ്ടുവന്നേക്കണം. നമുക്ക് സ്ലൈസ് ചെയ്തത് മാങ്ങയും കൊണ്ടുവന്നു. മാങ്ങ ഇട്ട് പാല് പിഴിയണം. ഇനി നമുക്ക് സ്ലൈസറിൽ സ്ലൈസ് ചെയ്ത് മുട്ട എടുത്ത് ഒരു പാവയ്ക്ക് ചെയ്താൽ നമുക്ക് ഉപ്പ് വരട്ടി വെക്കാവേ. നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്, നല്ല തളിര് പോലെ. പെട്ടെന്ന് വറുത്ത് പോരുകയും ചെയ്യാം, കനയില്ലാത്തതുകൊണ്ട്. ഇപ്പം നമുക്ക് ഉപ്പ് വരട്ടി വെക്കാം. നൈസാ, നല്ല രസമായിട്ടുണ്ട്. പാവയ്ക്ക് അരിഞ്ഞതിൽ ഒരു 10-20 മിനിറ്റ് എങ്കിലും മിനിമം ഉപ്പ് പുരട്ടി വെക്കണം. അപ്പൊ നമ്മൾ ഉപ്പ് പുരട്ടി വെക്കാൻ പോവുക. ഉപ്പ് പുരട്ടി വെച്ചിട്ട് വേണം അത്രയും സമയം അതിലേക്ക് ഉപ്പ് പിടിച്ചു കഴിഞ്ഞിട്ട് വറക്കാൻ തുടങ്ങണം. നമ്മള് ഇത് പാവയ്ക്കയില് ഉപ്പ് പുരട്ടി ഒരു 10-25 മിനിറ്റോളം ഇരുന്നു. ഇനി നമുക്ക് ചീനിച്ചട്ടിയിൽ ഇത് വറുത്തെടുക്കാം. വറുത്തെടുക്കണ കൂടെ അതും വറക്കണം. ഇതിന് ഒരു 2-3 പച്ചമുളകും ഒരു തണ്ട് വേപ്പില, അതൊക്കെ അവനവന്റെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. അപ്പൊ അതിലേക്ക് പിടിച്ച് നല്ലൊരു ഭംഗിയും കിട്ടും, നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പൊ നമുക്ക് വറക്കാൻ തുടങ്ങാം. വറക്കാനായി ഇതേ എല്ലാവരും ചോദിച്ച അയൺ കടായി. ഇപ്പൊ എന്നെ കാണാത്തേന്ന് ഒത്തിരി ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ വീഡിയോ പിടിക്കാറില്ല ആ ടൈമിൽ. ചിലപ്പോ ഞാൻ മെഴുക്കുവറ്റിക്കൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഏതായാലും എന്ത് ചെയ്യാതെ എടുത്ത് നമുക്കിത് വറക്കാം. നിങ്ങൾ ചോദിച്ചപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കണ്ടേ സംഭവം. അപ്പം അതിൽ നമ്മൾ പാവയ്ക്ക വറക്കാനായിട്ട് വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കണം, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കണം. അപ്പം അത് കാണിക്കാവേ, അല്ലാതെ എടുത്തോണ്ട് വരട്ടെ കേട്ടോ. അപ്പം അതേ തവേന്ന് എപ്പോഴും വരുവോളും. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചങ്ങ് ഒഴിക്കാനെന്ന് വെച്ചാൽ അത്രയും വറക്കാനില്ല. ഇനി അത് നന്നായിട്ട് ചൂടായതിന് ശേഷം പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഈ പാവയ്ക്ക വറക്കണത് ഇവിടെ എല്ലാവർക്കും വലിയ ഹര. അപ്പനും അതെ, മകൾക്കും അതെ, വലിയ താല്പര്യം. എനിക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അതിനോട് താല്പര്യമൊന്നുമില്ല, കഴിക്കുമെന്ന് മാത്രം. നിങ്ങൾ രണ്ടുപേരുമാണ് അതിൻ്റെ ആൾക്കാർ. പാവയ്ക്ക വറക്കാനായിട്ട് 2 ട്രിപ്പായിട്ടാട്ടോ വറക്കാൻ പറ്റുള്ളൂ. ഇത്രയും ഉണ്ട്. ഞാൻ ചുമ്മാ സൺഫ്ലവർ ഓയിൽ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഓയിൽ നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. സാധാരണ എല്ലാത്തിനും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ട് വറക്കാമെന്ന് ഓർത്ത് അത്രയും ഓയിൽ ഒഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനൊന്ന് നിരത്തിയെടുത്തേട്ടോ. പാവയ്ക്ക മൊത്തം വറുത്ത് കഴിഞ്ഞിട്ടാണ് പച്ചമുളകും വേപ്പിലയും കൂടെ ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാൻ പറ്റും. ഇനി വേവട്ടെ, വേവുമ്പോൾ കാണിക്കാം. പച്ചമുളകും വേപ്പിലയും
പാവയ്ക്ക പാകത്തിനായി നമുക്ക് കോരിയെടുക്കാം. ഇത് നമ്മൾ പാവയ്ക്ക വറുത്തതൊന്ന് പിടിച്ച് ഒരു സെക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഇടയ്ക്ക് ഇളക്കി വിടണം കേട്ടോ, അടുപ്പിൽ കിടക്കുമ്പോൾ ചീനച്ചട്ടിയിൽ. ഇങ്ങനെ നമുക്ക് കോരാറായി കോരിയെടുക്കാം. കോരിയിട്ട് വേണം മുളക് വറുക്കാൻ. മുളകും വേപ്പില നല്ല ടേസ്റ്റിയാണ് ഇത് ഊണിൻ്റെ കൂടെ കഴിക്കാൻ കേട്ടോ. ഇത് ശരിക്കും വറവരി ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞങ്ങളിങ്ങനെ പാവയ്ക്ക കോവയ്ക്ക ഒക്കെ വറക്കാറുണ്ട്. രണ്ടും നല്ലതാ അല്ലേ? നല്ലതാ, രണ്ടും നല്ല വളരെ ടേസ്റ്റിയാണ് ഇതിങ്ങനെ കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാവയ്ക്ക കഴിക്കും. പിന്നെ ഈ കൂടെ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഈ കൂടെ ഇച്ചിരി മോരുകറിയോ കാളനോ മോരുകാച്ചായാലും മതി. ആ കോമ്പിനേഷൻ വളരെ നല്ലതാ, അടിപൊളി. പിന്നെ ഒരു ഫിഷ് കറിയും കൂടെ ഉണ്ടെങ്കിലോ പറയണ്ടാവില്ല, പിന്നെ ഒന്നും പറയണ്ട. അതിനെപ്പറ്റി പിന്നെ പറയണ്ട, ഇപ്പോഴേ ചോറിനാന്ന് തോന്നും. അരിയാണെങ്കിൽ വെന്തട്ടുമില്ല കേട്ടോ. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് പച്ചമുളക് ചേന്തി അരിഞ്ഞ പച്ചമുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ. എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പില ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അതെന്നാന്ന് പൊട്ടിത്തെറിക്കണ വേപ്പിലയിലെ വെള്ളം ആട്ടോ. വേപ്പില കഴുകിയത് അതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ കഴുകിയ വേപ്പിലയല്ല, മഴ പെയ്ത് നിന്നതുകൊണ്ട് വേപ്പയെന്ന് പറിച്ചോണ്ട് വന്ന് നേരിട്ടെടുത്തത്. അത് മാലിന്യമൊന്നുമില്ല, മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വെള്ളം മുഴുവനും വേപ്പിലയിലുണ്ടാകാൻ പൊട്ടിത്തെറിക്കണം. ഇനി നമുക്കിത് കോരി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പരിപാടി. ഞൊടിയിടയിൽ എളുപ്പത്തിലൊരു കറി ആർക്കും ഉണ്ടാക്കാം. ഇനി ഞങ്ങൾ മുളക് കോരിയെടുക്കുക. ഇപ്പം അങ്ങ് മതി മുളക് കരിയണ്ട. ഇത് മതി. ഇതല്ലേ കാണാനും രസമില്ല അതിലേക്ക് കിടക്കുമ്പോൾ. പച്ച നിറത്തിൽ ബ്രൗൺ നിറത്തിലുള്ള ഐറ്റത്തിൻ്റെ കൂടെ ഒരു പച്ചപ്പും കട അല്ലേ? വേപ്പിലയുടെയും മുളകിൻ്റെ. അപ്പം നല്ല മുളക് നല്ല എരിവ് എത്തോണ കൊണ്ടുവന്നത്. മേടിച്ച പച്ചമുളക് കേട്ടോ. ഞങ്ങളുടെ പച്ചമുളകിൽ ഉണ്ടാവാറായി അപ്പയുടെ പച്ചമുളകിൽ. ഞാനും നട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഇവിടെ നടിയിലുകാരുടെ കളിയാ, ഞാൻ ഒഴിക. അമ്മ പൂച്ചെടികൾ നടുവല്ലോ. പൂച്ചെടി ഉണ്ട്, പിന്നെ കാന്താരി ഉണ്ട് എനിക്ക്. അതെന്റെയാ. ഇനി നമുക്ക് കോരി മാറ്റാം. പരിപാടി കഴിഞ്ഞു. ഇനി ഇതൊക്കെ അങ്ങ് കോരി എടുത്താൽ മതി മൊത്തം കേട്ടോ. ഇതാ പൊരി വീണേക്കുന്നത്, അത് പോരേണ്ട കാര്യമില്ല. പൊരി വീണേക്കണം. നമുക്ക് ഇച്ചിരി നേരം ഇതിൽ ഇരുന്നേച്ച് ആ എണ്ണയൊന്ന് വാർന്നിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതിൽ മുഴുവൻ എണ്ണ വാർന്നിരിക്കുന്നതാണ്. ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം, കഴിക്കാൻ നേരത്തെ എടുക്കാം. അപ്പോൾ ഒരു കറി തയ്യാറായില്ലേ? മണി 11. നമ്മുടെ പാവയ്ക്ക വറുത്തത് റെഡിയായി. ഇന്ന് ഊണ് കഴിക്കാനുള്ള പുറപ്പാടിലേക്ക് തുടങ്ങി. ഊണിന്റെ ആവിയാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ചോറിന്റെ അല്ലേ? അപ്പനും പാക്കും കേട്ടോ പാവയ്ക്ക വറുത്തതിന്റെ. ഭയങ്കര രസാട്ടോ അത്. അയ്യോ, ആവി ഇത് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നു. അത്ര ക്രിസ്പിയും അല്ല, എന്നാൽ അങ്ങനെ സോഫ്റ്റും അല്ല. ഒരു വഴന്ന ഒരു ടൈപ്പാണ് ഇത്. സോഫ്റ്റ് ആണ് താനും. ശരിക്കും സോഫ്റ്റ് അല്ല, പക്ഷെ സോഫ്റ്റ് ആണ്. അതെ. അപ്പം അതാണ് ഇതിന്റെ ടേസ്റ്റ് കേട്ടോ. ഒരു പ്രത്യേക രുചിയാണ് ഇതിന് എപ്പോഴും സമ്മാനിക്കുന്നത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടല്ലവരല്ലെങ്കിൽ, ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് കാഞ്ഞിരമറ്റത്തെ ഏലിയാമ്മേൻ്റെ റെസിപ്പിയാണ്. ഞാൻ പറമ്പില വന്നപ്പോൾ ചെയ്തു തന്നു എനിക്ക്. ഇട്ടേക്കണുണ്ടോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഇടണം. എനിക്ക് അത്രയ്ക്ക് അതിനോട് എനിക്ക് ചെമ്മീനും പുളിയിട്ട് വളർത്തുന്നത് ഏറ്റവും ഇഷ്ടം പാവയ്ക്ക. പിന്നെ ഡീപ് ഫ്രൈ ഇഷ്ടം. മറ്റേ നമ്മള് ചെയ്യൂലേ ഇളക്കി വറ്റിച്ചെടുക്കണേ, അതെനിക്ക് വലിയ ഇഷ്ടം. പിന്നെ വറുത്തരക്കണ ഇഷ്ടം. നല്ല യമ്മി ആയിട്ടുള്ള പാവയ്ക്ക വറുത്തതാണ്. ഇതും മോരുകാച്ചും മാത്രം മതി കേട്ടോ ഊണ് കഴിക്കാനായിട്ട്. ഇത് മോരുകാച്ചല്ല വച്ചേ, വേറെ സംഭവം. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എത്ര ഇതിനെപ്പറ്റി പറഞ്ഞാലും മതിയാവില്ല. പാവയ്ക്ക ഒട്ടും ഇഷ്ടമില്ലാത്തവർ കൂടി ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാവയ്ക്ക കഴിച്ചു. അത്രയും രുചിയാണ്.